നമസ്കാരം, എല്ലാവർക്കും അഗ്രഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് സീഡ് ടെക്നോളജി എന്നുള്ളതാണ്. എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് സീഡ് ടെക്നോളജി. എല്ലാതരം കേരള PSC ആയാലും IBPS എക്സാമുകളായാലും സീഡ് ടെക്നോളജിയിൽ നിന്ന് എന്തായാലും ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സീഡ് ടെക്നോളജി. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. First question. The optimum temperature range for seed germination is? Seed germination വേണ്ടിയിട്ടുള്ള ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള റേഞ്ച് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ 35 to 40 degrees Celsius, B 10 to 15 degrees Celsius, C 14 to 24 degrees Celsius, D 5 to 10 degrees Celsius. Optimum range is 14 to 24 degrees Celsius. Second question. The type of germination where the cotyledons remains in the soil, only the terminal bud emerges to the soil surface. Cotyledons എപ്പോഴും മണ്ണിനടിയിലും ടെർമിനൽ ബഡ് മാത്രം എമർജ് ചെയ്യുന്ന ഏത് തരം ജെർമിനേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹൈപ്പോജിയൽ, ഓപ്ഷൻ എ എപ്പിജിയൽ, ഓപ്ഷൻ ബി ഹൈപ്പോജിയൽ, ഓപ്ഷൻ സി പെരിജിയൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. ആൻസർ വരുന്നത് ഹൈപ്പോജിയൽ. കോട്ടിലിഡൻസ് താഴെ വരുമ്പോൾ ഹൈപ്പോജിയലും കോട്ടിലിഡൻസ് എബോവ് സോയിലാകുമ്പോൾ എപ്പിജിയലുമാണ് ജെർമിനേഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സീഡ് കോട്ട് അബ്സോർബ് വാട്ടർ ബൈ. സീഡ് കോട്ട് എങ്ങനെയാണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇംബൈബിഷൻ, ഓപ്ഷൻ ബി അബ്സോർപ്ഷൻ, ഓപ്ഷൻ സി എക്സ്പാൻഷൻ, ഓപ്ഷൻ ഡി ട്രാൻസ്പിറേഷൻ. ആൻസർ വരുന്നത് ഇംബൈബിഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഫേസ് ഇൻ ജെർമിനേഷൻ ഈസ്. ജെർമിനേഷന്റെ ആദ്യത്തെ ഫേസ് ഏതാണ്? ഓപ്ഷൻസ് വാട്ടർ ഇൻബൈബിഷൻ സ്റ്റേജ്, എൻസൈം ആക്ടിവേഷൻ സ്റ്റേജ്, സെൽ ഡിഫറൻസിയേഷൻ സ്റ്റേജ്, സെൽ ഡിവിഷൻ ഫേസ്. ഏറ്റവും ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ടർ ഇംബൈബിഷൻ ഫേസ് ആണ്. കാരണം വാട്ടർ ഇംബൈബ് ചെയ്താൽ മാത്രമേ സീഡ് ജെർമിനേറ്റ് ചെയ്യുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള എൻസൈം ആക്ടിവേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വാട്ടർ ഇംബൈബിഷൻ നടന്നിരിക്കണം. ഫിഫ്ത് ക്വസ്റ്റ്യൻ. റാഡിക്കൽ ബിക്കംസ് ഡാഷ് ആൻഡ് പ്ലിമ്യൂൾ ബിക്കംസ് ഡാഷ്. എന്താണ് ആൻസർ? എന്താണ്? റൂട്ടാണോ ഷൂട്ടാണോ റൂട്ട് എന്താണ് ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് റാഡിക്കൽ ബിക്കംസ് റൂട്ട് ആൻഡ് പ്ലിമ്യൂൾ ബിക്കംസ് റൂട്ട്. റാഡിക്കൽ ആർ ഫോർ റൂട്ട് എന്ന് ആലോചിച്ചാൽ മതി. റാഡിക്കൽ റൂട്ടാണ്. പ്രിമിറ്റീവ് റൂട്ട് ഓഫ് എ പ്ലാന്റ് എന്ന് പറയുന്നത് റാഡിക്കലാണ്. അപ്പോൾ റാഡിക്കൽ റൂട്ട് ആവുന്നു, പ്ലിമ്യൂൾ ഷൂട്ട് ആവുന്നു. ഓക്കെ. Sixth question. The visible emergence or sticking out of the radical from the seed coat is known as. എന്താണ്? വളരെ എളുപ്പമാണത്. കാണുമ്പോൾ തോന്നുന്ന ക്വസ്റ്റ്യൻ്റെ ഒരു ഇതുള്ളൂ. വിസിബിൾ എമർജൻസിന് നമ്മൾ എന്താ പറയാം? ഓപ്ഷൻ എ ജെർമിനേഷൻ, ഓപ്ഷൻ ബി പ്രൊട്രൂഷൻ, ഓപ്ഷൻ സി ഇംബൈബിഷൻ, ഓപ്ഷൻ ഡി എക്സ്പാൻഷൻ. ദ വിസിബിൾ എമർജൻസ് ഓഫ് സ്റ്റിക്കിംഗ് ഔട്ട് ഓഫ് ദ റാഡിക്കൽ ഫ്രം ദ സീഡ് കോട്ടിനെ നമ്മൾ പ്രൊട്രൂഷൻ എന്നാണ് പറയുക. ഇപ്പോൾ പ്രൊട്രൂഷൻ നടന്നാൽ മാത്രമേ ജെർമിനേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇറ്റ് ഈസ് എ ഫൈനൽ സ്റ്റേജ് ഓഫ് ജെർമിനേഷൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് എക്സ്പോസിംഗ് സീഡ്സ് ടു കോൾഡ് ടെമ്പറേച്ചർ ടു സ്റ്റിമുലേറ്റ് ജെർമിനേഷൻ ആൻഡ് ഫ്ലവറിംഗ്. എന്താണ്? സീഡ്സിന് നമ്മൾ കോൾഡ് ടെമ്പറേച്ചർ, തണുത്ത ടെമ്പറേച്ചറിൽ കൊണ്ടുവയ്ക്കുക. എന്തിന്? ജെർമിനേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്ലവറിങ്ങിനെയും ജെർമിനേഷനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിനെയാണ് ഓപ്ഷൻ എ വെർണലൈസേഷൻ, ഓപ്ഷൻ ബി സ്കാരിഫിക്കേഷൻ, ഓപ്ഷൻ സി തെർമോപ്ലാസിസ്, ഓപ്ഷൻ ഡി വെൻട്രലൈസേഷൻ. ആൻസർ ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ വെർണലൈസേഷൻ. വെർണലൈസേഷൻ ആണ് കോൾഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. സീഡ് ജെർമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു കോൾഡ് ടെമ്പറേച്ചർ നമ്മൾ സീഡ്സിനെ എക്സ്പോസ് ചെയ്യുന്നതിനാണ് വെർണലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെട്രാസോളിയം ടെസ്റ്റ് ഈസ് യൂസ് ടു ടെസ്റ്റ്. ടെട്രാസോളിയം ടെസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. എന്താണ്? അറിയില്ലേ? അത് എന്തിനാണ് നമ്മൾ സീഡ് ടെസ്റ്റിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ സീഡ് വയബിലിറ്റി, ഓപ്ഷൻ ബി ജെനറ്റിക് പ്യൂരിറ്റി, ഓപ്ഷൻ സി ഫിസിക്കൽ പ്യൂരിറ്റി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഏതാണ്? ടെട്രാസോളിയം ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് വയബിലിറ്റി. സീഡ് വയബിലിറ്റി ടെസ്റ്റ് ചെയ്യാനാണ് ടെട്രാസോളിയം ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അത് മറക്കരുത്. ജനറ്റിക് പ്യൂരിറ്റിക്കൊക്കെ വേറെ തരം ടെസ്റ്റുകളുണ്ട്. എന്നാൽ വയബിലിറ്റി, സീഡ് വയബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ്
ടെട്രാസോളിയം ടെസ്റ്റിന്റെ എൻഡ് പ്രൊഡക്റ്റ് നമുക്കറിയാം. ആഫ്റ്റർ ടെട്രാസോളിയം ടെസ്റ്റ് ദ ജെർമിനേറ്റ് അതായത് വയബിൾ സീഡ് വിൽ ബി റെഡ് ഇൻ കളർ അല്ലേ? സീഡ് വയബിൾ ആണെങ്കിൽ ദാറ്റ് വിൽ ബി റെഡ്. അത് എന്തുകൊണ്ടാണ് എന്തിന്റെ ഫോർമേഷൻ കൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ടെട്രാസോളിയം ടെസ്റ്റ് എന്താണ് കോമ്പൗണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടെട്രാസോളിയം ക്ലോറൈഡ്, ഓപ്ഷൻ ബി ഫോർമസാൻ, ഓപ്ഷൻ സി ടെട്രാസോളിയം ഡിഹൈഡ്രോജനേസ് കോംപ്ലക്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. എന്താണ്? ദാറ്റ് ഈസ് ആക്ച്വലി ഫോർമസാൻ ആണ് കേട്ടോ. അതെ, ഇത് കണ്ടോ, നമുക്കറിയാം വയബിൾ സീഡ്സ് എന്താണ് റെഡ് കളർ ആവും. ഇൻവയബിൾ അതായത് നോട്ട് വയബിൾ ആയിട്ടുള്ള സീഡ്സ് ഗ്രീൻ കളർ തന്നെ കാണപ്പെടുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ ടെട്രാസോഡിയം ക്ലോറൈഡ് ഉണ്ടല്ലോ, ഇപ്പോൾ ടെട്രാസോഡിയം ക്ലോറൈഡ് ഈ വയബിൾ സീഡ്സിനകത്ത് ഡിഹൈഡ്രോജനേസ് എൻസൈം ഉണ്ടാവും. അതുമായിട്ട് ടെട്രാസോഡിയം ഡിഹൈഡ്രോജനേസ് കോംപ്ലക്സ് വഴി ഫോർമസാൻ എന്നുള്ള പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ദാറ്റ് ഫോർമസാൻ ഈസ് ലീഡിങ് ടു ദ റെഡ് കളർ. അതുകൊണ്ടാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The process that uses cold and moisture to break dormancy in seeds. എന്താണ്? സീഡ് ഡോർമാൻസി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് കോൾഡ് ആൻഡ് മോയ്സ്ചർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്കാരിഫിക്കേഷൻ, ഓപ്ഷൻ ബി സ്ട്രാറ്റിഫിക്കേഷൻ, ഓപ്ഷൻ സി പ്ലാസ്മലൈസിസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. എന്താണ് സ്കാരിഫിക്കേഷൻ? എന്താണെന്ന് നമുക്കറിയാലോ. കെമിക്കൽ ട്രീറ്റ്മെന്റ്സും പിന്നെ എന്താണ് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ ഉരച്ചിട്ടൊക്കെ നമ്മൾ അതിൻ്റെ ഡോർമാൻസി ബ്രേക്ക് ചെയ്യിപ്പിക്കുന്നതിനാണ് സ്കാരിഫിക്കേഷൻ എന്ന് പറയാം. ഇതിൻ്റെ ആൻസർ വരുന്നത് സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ അതൊരു കെമിക്കൽ പ്രോസസ്സ് അല്ല, പക്ഷെ എന്താണ്, ഈ സീഡ്സിനെ നമ്മൾ കോൾഡ് ആൻഡ് മോയ്സ്ചർ കണ്ടീഷനിൽ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡോർമാൻസി ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഈ കോൾഡ് ടെമ്പറേച്ചറൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കെമിക്കൽസ് യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? പൊട്ടാഷ്യം നൈട്രേറ്റ്, തയോയൂറിയൊക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് സ്ട്രാറ്റിഫിക്കേഷൻ പ്രോസസ്സിൽ. അതെന്തിനാന്ന് വെച്ചാൽ ഈ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ട്രാറ്റിഫിക്കേഷൻ ഒരു കെമിക്കൽ പ്രോസസ്സാണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അത് ടെമ്പറേച്ചർ കൊണ്ട് അതിൻ്റെ ഡോർമാൻസി ബ്രേക്ക് ആവുന്നു. ഓക്കെ, സ്കാരിഫിക്കേഷൻ ആണ് ആക്ച്വലി കെമിക്കൽ പ്രോസസ്സ്. The methods followed in seed scarification. ഞാൻ പറഞ്ഞല്ലോ, സീഡ് സ്കാരിഫിക്കേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറ്? ഓപ്ഷൻ എ സ്ക്രാച്ചിങ്, ഓപ്ഷൻ ബി സോക്കിംഗ് ഇൻ ആസിഡ്, ഓപ്ഷൻ സി സോക്കിംഗ് ഇൻ ഹോട്ട് വാട്ടർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ആക്ച്വലി ദ ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. സ്ക്രാച്ച് ചെയ്യും, സോക്ക് ചെയ്യും, ഹോട്ട് വാട്ടറിൽ സോക്ക് ചെയ്യും, ആസിഡിൽ സോക്ക് ചെയ്യും. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഒക്കെയാണ് കൂടുതലും യൂസ് ചെയ്യാറ്. അപ്പം ചില സീഡ്സിന് അങ്ങനെ ആവശ്യം വരും, എൻ്റെ ഡോർമാൻസി ബ്രേക്ക് എന്നാൽ മാത്രമേ ഡോർമാൻസി ബ്രേക്ക് ആവുള്ളൂ. സോ നമ്മൾ കേട്ടിട്ടില്ലേ, ചില സീഡ്സ് ഭയങ്കരമായിട്ട് നമ്മൾ സ്ക്രാച്ച് ചെയ്യണം എന്നാലേ മുളയ്ക്കുള്ളൂ എന്നൊക്കെ. അങ്ങനെയൊക്കെ അതിനാണ് നമ്മൾ സ്കാരിഫിക്കേഷൻ ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കെമിക്കൽസ് യൂസ്ഡ് ഇൻ സ്കാരിഫിക്കേഷൻ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് സീഡ് ഡോർമാൻസി. ഏതൊക്കെയാണ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നതെന്ന്? ഓപ്ഷൻ എ സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആൻസർ ഈസ് ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാഷണൽ സീഡ് പോളിസി വാസ് അനൗൺസ്ഡ് ഇൻ ദ ഇയർ. നാഷണൽ സീഡ് പോളിസി അനൗൺസ് ചെയ്ത ഇയർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 1966, 1983, 2002, 2004. ആൻസർ വരുന്നത് 2002 ആണ്. നാഷണൽ സീഡ് പോളിസി വാസ് അനൗൺസ്ഡ് ഇൻ 2002. 1966 എന്താണ്? സീഡ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി. സീഡ് ആക്ട് പാസ്സാക്കിയ ഇയർ ആണ് 1966. 1983 സീഡ് കൺട്രോൾ ഓർഡർ വന്നു. 1969 എന്താണെന്ന് വെച്ചാൽ ഈ ആക്ട് എന്താണ്? ആക്ട് ശരിക്കും എസ്റ്റാബ്ലിഷ് ആയത് 1969 66 പാസ്സാക്കിയതെന്നുള്ളൂ. പിന്നെ 2004 സീഡ് ബില്ല്. ഈ 4 ഇയറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തിരിച്ചു മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം 1983 സീഡ് കൺട്രോൾ ഓർഡർ ആണെന്ന് ആലോചിക്കുക. 2004 ഓൾസോ സീഡ് ബിൽ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ പ്രോജനി ഓഫ് ബ്രീഡർ സീഡ്. ബ്രീഡർ സീഡിന്റെ പ്രോജനി ഏതാണ്? ഓപ്ഷൻ എ ഫൗണ്ടേഷൻ സീഡ്, ഓപ്ഷൻ ബി
ഓപ്ഷൻ ബി ന്യൂക്ലിയസ് സീഡ്, ഓപ്ഷൻ സി സർട്ടിഫൈഡ് സീഡ്, ഓപ്ഷൻ ഡി ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡ്. ഏതാണ്? ഫൗണ്ടേഷൻ സീഡ് ആണ്. കറക്റ്റ് ആണ്. ദ ടാഗ് കളർ ഓർ ലേബൽ ഓഫ് രജിസ്റ്റേർഡ് സീഡ്. രജിസ്റ്റേർഡ് സീഡിന്റെ ടാഗ് കളർ എന്താണ്? ഓപ്ഷൻ എ വൈറ്റ്, ഓപ്ഷൻ ബി ഗോൾഡൻ യെല്ലോ, ഓപ്ഷൻ സി പർപ്പിൾ, ഓപ്ഷൻ ഡി ഒപ്പാൽ ഗ്രീൻ. എന്താണ്? യെസ്, കറക്റ്റ് ആണ്. പർപ്പിൾ ആണ്. ഒപ്പാൽ ഗ്രീൻ ഏതിന്റെയാണ്? ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡിന്റെ ആണ്. ഫൗണ്ടേഷൻ സീഡിന്റെ വൈറ്റ് ആണ്. ബ്രീഡർ സീഡിന്റെ ഗോൾഡൻ യെല്ലോ ആണ്. ഇതെല്ലാവർക്കും ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് കളറൊക്കെ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോറോ കോറി ഈസ് സീഡ് ഡിസ്പേഴ്സൽ ബൈ. നമുക്ക് കുറേ സീഡ് ഡിസ്പേഴ്സൽ മെത്തേഡ്സ് അറിയാം. മെർമിക്കോ കോറി, എന്താണ് ഓർണിത്തോ കോറി എന്നൊക്കെ പറഞ്ഞിട്ട്, സൂക്കോറി, അങ്ങനെ നമ്മൾ കുറേ സീഡ് ഡിസ്പേഴ്സൽ മെത്തേഡ്സ് കണ്ടിട്ടുണ്ട്. അപ്പം ഈ സോറോ കോറി എന്നുള്ളത് ഏത് സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്ന മെത്തേഡ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബേർഡ്സ്, ഓപ്ഷൻ ബി റെപ്റ്റൈൽസ്, ഓപ്ഷൻ സി ആനിമൽസ്, ഓപ്ഷൻ ഡി ആൻസ്. ഏതാണ്? യെസ്, റെപ്റ്റൈൽസ് ആണ്. ബേർഡ്സിന് എന്താ പറയുക? ബേർഡ്സ് സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് എന്താ പറയുക? ഓർണിത്തോ കോറി. ആനിമൽസ് ആണെങ്കിൽ സൂക്കോറി, ആൻസ് ആണെങ്കിൽ മെർമിക്കോ കോറി. അപ്പം ഇത് നിർബന്ധമായിട്ട് എല്ലാവരും പഠിച്ചു വെക്കണം. അങ്ങനെ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനിമോകോറി സീഡ് ഡിസ്പേഴ്സൽ ബൈ. അനിമോകോറി എന്താണ് എന്ത് സീഡ് ഡിസ്പേഴ്സൽ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആനിമൽസ്, ഓപ്ഷൻ ബി വിൻഡ്, ഓപ്ഷൻ സി ബേർഡ്സ്, ഓപ്ഷൻ ഡി വാട്ടർ. ഏതാണ്? അനിമോമീറ്റർ ഒക്കെ ആലോചിക്കുക. ഏതാണ്? വിൻഡ് ആണ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ISTA. എന്താണ് ISTA? ഇന്റർനാഷണൽ സീഡ് ടെസ്റ്റിംഗ് അസോസിയേഷൻ ആണോ, ഇന്റർനാഷണൽ സീഡ് ടെസ്റ്റിംഗ് ഏജൻസി ആണോ, ഇന്ത്യൻ സീഡ് ടെസ്റ്റിംഗ് ഏജൻസി ആണോ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് അസോസിയേഷൻ ആണോ? എന്താണ്? ISTA ഇന്റർനാഷണൽ സീഡ് ടെസ്റ്റിംഗ് അസോസിയേഷൻ ആണ് ISTA വരുന്നത്. അത് സ്വിറ്റ്സർലാൻഡിലാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു മെയിൻറ്റെയിൻ ജനറ്റിക് പ്യൂരിറ്റി നോർമലി സർട്ടിഫൈഡ് സീഡ് ഷുഡ് ബി റീപ്ലേസ്ഡ് എവറി ഡാഷ് സീസൺ ഓർ ക്രോപ്പ്. നമ്മൾ ജനറ്റിക് പ്യൂരിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് സർട്ടിഫൈഡ് സീഡ്സ് എപ്പോഴും നമ്മൾ ഇത്ര ആഴ്ച അല്ലെങ്കിൽ ഇത്ര സീസൺ കൊണ്ട് അല്ലെങ്കിൽ ഇത്രാമത്ര ക്രോപ്പ് കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണമെന്നുണ്ട്. ഇതൊരു റൂൾ ഉണ്ട്. അത് എത്രാമത്തെ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സെക്കൻഡ്, ഓപ്ഷൻ ബി തേർഡ്, ഓപ്ഷൻ സി ഫോർത്ത്, ഓപ്ഷൻ ഡി ഫിഫ്ത്ത്. ആൻസർ വരുന്നത് ഫോർത്ത് ആണ് ആൻസർ വരുന്നത്. ഫോർത്ത് സീസൺ അല്ലെങ്കിൽ എവറി ഫോർത്ത് ക്രോപ്പ് വി ഷുഡ് റീപ്ലേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് GEAC. വാട്ട് ഈസ് GEAC? എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി ആണോ, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി ആണോ, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ സെന്റർ ആണോ, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ സെന്റർ ആണ്? എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി ആണ് കേട്ടോ. It's a statutory committee that approves the large-scale use of genetically modified organism in research and production. It also approves the release of GMOs into the environment. നമ്മുടെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൻ്റെ റിലീസിനൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി. അപ്പോൾ ഇതാരും അപ്രൂവൽ കമ്മിറ്റിയാണെന്ന് വിചാരിക്കുന്നത്. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയാണ് ആൻസർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത്രയും 20 ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സീഡ് ടെക്നോളജിയിൽ നിന്ന് നമ്മൾ സീഡ് ആക്റ്റും സീഡ് ബില്ലൊക്കെ നമുക്ക് വേറൊരു MCQ ആയിട്ട് ഇടാം. അത് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നില്ല. നമുക്കത് വേറെ ഒരു MCQ ആയിട്ട് നമുക്ക് പിന്നീട് ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ.